ഭൂമിക്കൊരു കുടം പേമാരി ചുരിയുമോ? പൊള്ളുന്ന ചൂടാണ് മഴയുടെ ഈറ്റില്ലം കൂടിയായ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ചൂട്, കൊടും ചൂട്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ജലവിതരണം പ്രതിസന്ധിയിൽ, വേനൽ മഴ എപ്പോൾ? ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ റിപ്പോർട്ടുകളാണ് കുറച്ച് നാളുകളായി നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വരികയാണ്. ഇന്ന് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം. മഴ കുറയും, വരൾച്ചകൾക്ക് കാരണമാകും. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൽ നിനോ അവസ്ഥകൾ തിരിച്ചു വരുന്നുവെന്നാണ്. ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽ നിനോ അവസ്ഥകൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ എൽ നിനോ അവസ്ഥകൾ തിരിച്ചുവരാനുള്ള സാധ്യതയുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതിനാൽ 2026 നിർണായകമാണ്. കാരണം 2026 രണ്ടാം പകുതിയിൽ എൽ നിനോ ആരംഭിച്ച് വടക്കൻ അർദ്ധഗോളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്ന് വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, എൽ നിനോ 2026-2027 സീസൺ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇത്തവണ 2026 രണ്ടാം പകുതിയിൽ ഈ പ്രതിഭാസം ശക്തിപ്പെടുകയും ചെയ്യുമത്രേ. എന്നാൽ ഇനി അല്പം ആശ്വസിക്കാം. വേനൽ മഴ സജീവമാകുന്നു. അതും വെറും മഴയല്ല, പെരുമഴ കൊള്ളാൻ തയ്യാറായിക്കോളൂ. മെയ് മാസത്തിൽ സംസ്ഥാനത്തെ കൊടും ചൂടിന് ആശ്വാസമായി ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. അതിലൂടെ കഠിനമായ താപനില കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ മെയ് രണ്ടാം ആഴ്ച മുതൽ നല്ല തോതിൽ മഴ ലഭിക്കും. അതിന് അനുകൂലമായ കാലാവസ്ഥാ ഘടകങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുക അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ പടിഞ്ഞാറൻ കാറ്റ് തീരത്ത് എത്തുന്നതോടെയാണ്. മാത്രമല്ല, തെലങ്കാന മുതൽ കന്യാകുമാരി വരെ ഒരു ന്യൂനമർദ്ദ പാത്തി ഉള്ളതിനാൽ ഇപ്പോൾ ഇടിയോടുകൂടിയുള്ള മഴയാണ് ലഭിക്കുന്നത്. വേനൽക്കാലത്തെ കാറ്റിന്റെ ഘടന മാറുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഗോള മഴപ്പാത്തി എന്നറിയപ്പെടുന്ന മാഡൻ ജൂലിയൻ ഓസിലേഷൻ എത്തിയിട്ടുണ്ട്. ഇതും മഴ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഈ പ്രതിഭാസം കാരണം അറബിക്കടലിൽ മേഘരൂപീകരണം സജീവമാണ്. ഇത് കരയിലേക്കുള്ള ഈർപ്പത്തിന്റെ വരവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ മെയ്യിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മെയ്യിൽ തന്നെയാണ് വേനൽ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും. കൂടാതെ മൺസൂൺ മഴ എന്ന് എത്തുമെന്നത് സംബന്ധിച്ച പുതിയ റിപ്പോർട്ടും ജൂണിലെ മഴ സംബന്ധിച്ച റിപ്പോർട്ടും മെയ് അവസാനത്തോടെ വരാനാണ് സാധ്യത. പ്രതിചക്രവാത ചുഴി ദുർബലമായതോടെയാണ് മഴയ്ക്ക് കേരളത്തിൽ കളമൊരുങ്ങുന്നത്. കൂടാതെ ഇനി അങ്ങോട്ട് കാറ്റിന്റെ ഘടനയിലും മാറ്റം വരാം. അങ്ങനെ അന്തരീക്ഷ നിലയും മാറുകയും നീരാവി നിറഞ്ഞ പടിഞ്ഞാറൻ കാറ്റിന്റെ വരവ് സ്ഥിരമായി മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.